ഇരിക്കുമല്ലേ? നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞ് ഇരിക്കാൻ. നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞ എഴുതിട്ട് നടക്കാൻ. എവിടെ കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടാ ഇതൊക്കെ? ഞാൻ പന്തളത്തുനിന്ന് വരുന്നു, അദ്ദേഹം അടിമാലിന്ന് വരുന്നു. അല്ല ഊളംപാറയെന്നും പൂജപ്പുരയെന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഞാൻ സംസാരിക്കാം, നിൽക്കേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് നൈറ്റ്. ഏതെങ്കിലും ഒന്ന് പറയൂ. എന്താ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലെ? നമ്മൾ ഏതെങ്കിലും ഒന്ന് പറയും, പിന്നെ അവർ 2 പറയും, ഞാൻ 4 പറയും, പിന്നെ അവർ 8 പറയും, ഞാൻ 16 പറയും, പിന്നെ 16 അടിയന്തരത്തിലെ തീരും. എന്റെ എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാണ് എന്തും ചെയ്യും സുകുമാരൻ. എന്തും ചെയ്യും. എനിക്ക് ഞാൻ ചെയ്യാത്ത മേഖലകളില്ല, ഞാൻ കടക്കാത്ത മേഖലകളില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അങ്ങനെ എന്തും ചെയ്യും സുകുമാരൻ. എന്താ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഞാൻ വന്നത് എന്റെ നാട്ടുകാർ പറഞ്ഞാൽ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അപ്പൊ നീ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈ കോമഡി മസാല വന്ന് അതെല്ലാം കൂടെ മസാലയാക്കി ഒന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനായിട്ട് വന്നതാണ്. പെർഫോം ചെയ്യാൻ വന്നതാണ്. അതെ അതെ. ഇവിടെ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്താൽ തല്ല് മേടിക്കും. തല്ല് മേടിക്കും. ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്താലേ അടി മേടിക്കും. ശരിയാ, കറക്റ്റ് കേട്ടോ. എന്താ ഈ ഇടയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജിലൊന്ന് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വാർഡ് നിറയെ അടി കൊണ്ട് ആൾക്കാർ കിടക്കുക. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി, ഇത് ആരാ തല്ലി? അപ്പൊ എല്ലാവരും പറയും ഉല്ലാസ് തല്ലിയതാ. ഇയാൾ വലിയ തല്ലുകാരനാ. ഒന്ന് പോടാവേ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. അതെ, ഇയാളെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടെന്ന്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല. ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞു, അതോടുകൂടി ഞാനങ്ങ് നിർത്തി. ആവശ്യമില്ലാത്ത ഒന്നുമല്ല. നമ്മളടുത്ത രാധാകൃഷ്ണന്റെ മോൻ, രാധാകൃഷ്ണൻ മരിച്ചുപോയി. പാണ്ടിലോറി ഇടിച്ചാ മരിച്ചത്. കഷ്ടം. 10-18 വയസ്സുണ്ട് മോന്. അവൻ ദിവസം സൈക്കിളെ വന്നപ്പോൾ ഞാൻ അവനോട് സന്തോഷം പറയണ്ടേ, വിഷമിച്ച് നടക്കുക. ചെറുക്കനാണെങ്കിൽ തന്ത മരിച്ചാൽ ദുഃഖത്തിൽ നടക്കുക. അപ്പോൾ അവന് സന്തോഷം വേണ്ടേ? അവന് സന്തോഷത്തിനായിട്ട് ഞാൻ ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവന്റെ രീതി അങ്ങ് മാറി. അവൻ അപ്പൊ എന്നെ കൊല്ലണം, സൈക്കിൾ എടുത്തോണ്ട് വരുന്ന എന്നെ തല്ലിക്കൊല്ലാം, ചുടുകട്ട എടുത്ത് എറിയുന്ന എന്റെ നെഞ്ചത്തോട്ട്. ഞാൻ ഓടി മാറി. സത്യം. എന്താ ചോദിച്ചെന്താണ്? ഞാൻ അവനോട് ചോദിച്ചു, തന്ത മരിച്ചല്ലടാ മോനെ, ഒരു പാർട്ടിയൊക്കെ നടത്തുന്നില്ലെന്ന് ചോദിച്ചു. അവനെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തൊരു സ്വഭാവം! ഇങ്ങനെയാണോ മൂത്തവരോട് സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ അമ്മ? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്റെ കയ്യിലിരിപ്പിന് ഇതാണല്ലോ കിട്ടിയുള്ളൂ. എന്താ നിങ്ങളുടെ കയ്യിലിരിപ്പിന് ഇതാണല്ലോ കിട്ടിയുള്ളൂ. എന്റെ കൈയുടെ കാര്യങ്ങൾ പറയാം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഒഴുകുന്ന കൈയാണ് എന്റെ കൈ. എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? ലോട്ടറി കച്ചവടം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏവർക്കും എടുക്കാം, സഹായിക്കാം. ലോട്ടറി എടുക്കാം. 30 രൂപയേ ഉള്ളൂ. ഹലോ ഇതെന്താ പരിപാടി? എന്താ ഇവിടെ? ഇതെന്താ പരിപാടി? എന്താ ഇവിടെ? ഇങ്ങോട്ട് പറയുന്നത് സ്ത്രീകളുടെ നിങ്ങൾ പറയുന്നത് ഇതെന്താ പരിപാടി? എന്താ പരിപാടി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോമഡി മസാല. ഇതുകൊണ്ട് 2 ഗസ്റ്റ്, ഇത് ഓഡിയൻസ്. അല്ല, അത് മനസ്സിലായി. കോമഡി മസാലയാണെന്നോ അതിന്റെ ഫ്ലോർ ആണെന്ന് മനസ്സിലായി. താങ്കൾക്ക് ഇവിടെ എന്താ പരിപാടി ചോദിച്ചാൽ? താനാരാണ് ഇവിടെ? ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാ. ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാണ്. അനധികൃതമായിട്ട് ആരെയും ഇങ്ങോട്ട് ഞാൻ കേട്ടത്തില്ല. തനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് ഉത്തരവാദിത്വം. മനുഷ്യനാണോ? എത്ര പേരടി ഇവിടെ ഈ ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരാളെ ഇതിനകത്ത് കയറരുത്. തനിക്ക് അറിഞ്ഞൂടെ? പിന്നെ കയറരുത്. ഇവരുടെ പേഴ്സോ അവരുടെ മാലയോ ഇവരുടെയൊക്കെ മാലയോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം ചെയ്യും? താനെന്ത് ഉദ്ദേശിച്ച് പാവളൊന്നും ഇവിടെ നിന്ന് കാര്യമുണ്ടോ? ഉത്തരവാദിത്തം നോക്കണം. ഒരു ഈച്ച പോലും ഇവിടെ കടക്കാൻ പാടില്ല. അതാണ് തന്റെ ജോലി. താനത് ചെയ്യണം. അപ്പോ ചെല്ലു നോക്ക്. എന്റെ അല്ല, താനെങ്ങനെ ഇവിടെ വന്നു? എന്നെ ജോലി പഠിപ്പിക്കാൻ താനെങ്ങനെ ഇവിടെ വന്നു? ഞാനങ്ങ് കയറി വന്നു. എങ്ങനെ വന്നു? ഞാൻ വരും. പല വഴിക്കൂടെയും വരും. ഏത് വഴിക്കൂടെ? അങ്ങനെ വന്നു. ഇത് എന്ത് പരിപാടി? എന്റെ പരിപാടി ഇത് ലോട്ടറി കച്ചവടം നടത്താൻ. ഇത് മാർക്കറ്റ് അല്ല, ഇത് കോമഡി മസാലയുടെ ഫ്ലോറാ. ഇറങ്ങി പോകൂ. പോകാൻ ഞാൻ എടുക്കത്തില്ല. ദേഷ്യങ്ങളാ? ഞാൻ ലോട്ടറി എടുക്കത്തില്ല. മനുഷ്യനാണ് ഞാൻ ലോട്ടറി എടുക്കത്തില്ല. ഹലോ, ജീവകാരുണ്യം വേണ്ട. ജീവകാരുണ്യം ഒരു കാരുണ്യം വേണ്ട. ജീവകാരുണ്യം വളർത്താനുള്ള ഒരു പ്രവൃത്തിയാണ്. ആണോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ കണ്ടോടോ, മനുഷ്യരുണ്ട് തന്നെ പോലെ മൃഗങ്ങളല്ല. എനിക്ക് തന്നെ ജീവകാരുണ്യം വളർത്താനുള്ള പ്രവർത്തനമാണ്. ജീവകാരുണ്യം വളർത്തുന്ന നല്ല പ്രവൃത്തിയാണ്. അല്ലാതെ ഇയാളെ കണ്ടോണ്ടല്ല എടുക്കുന്നത്. നല്ലൊരു പരിപാടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം. നിങ്ങൾ ഉദ്ദേശിച്ച പ്രവർത്തനമല്ല. പിന്നെ ജീവൻ എന്റെ മൂത്ത മോൻ, കാരുണ്യം എന്റെ ഇടയ മോള്, അവളെ വളർത്താനുള്ളതാണ്. അല്ലാതെ മറ്റൊന്നുമല്ല. എന്നാ ഇയാളുടെ ലോട്ടറി ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് വേണ്ട ലോട്ടറി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നല്ലതാടോ, എടുക്കണം. എനിക്ക് വേണ്ടെന്ന്. അതെന്താ? ഏത് ലോട്ടറി? ഇത് മോഹൻ ഏജൻസിയുടെ മോഹൻ ഏജൻസിയുടെ അക്ഷയ ഓർമ്മ. വേണ്ട വേണ്ട, എന്റെ ഉണ്ട്. അന്നാ ഒരു കാര്യം, മോഹൻ ഏജൻസിയുടെ ഒരു ബമ്പർ ഇട്ട്. എന്റെ ഉണ്ടെന്ന്. എനിക്ക് വേണ്ടെന്ന്. ഇതല്ല എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്ന്? നിങ്ങളുടെ ഏജൻസി ആരാന്ന് പറഞ്ഞേ? മോഹൻ. ഈ പറഞ്ഞ മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? ഇനി എനിക്കെന്തിനാ ലോട്ടറി?
അത് ശരി. ആ എന്നിട്ടാണോടോ താൻ ഈ വേഷത്തോട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് അതിന്റെ കാര്യം എന്താ? എന്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ്. എന്താണ്? എന്റെ സമയം ശരിയല്ല. അത് വാച്ച് നന്നാക്കൊണ്ടു നല്ല കടയിൽ കൊണ്ട് കൊടുത്ത് നന്നാക്കും. അപ്പൊ വാച്ചിൽ വാച്ച് എന്താക്കുന്നതിന് കുഴപ്പമില്ലെന്ന്. പിന്നെ എന്റെ സമയം മൊത്തത്തിൽ ശരിയല്ല. ശരിയല്ല. അല്ല. ഛേ, എന്നോട് പറയണ്ടേ? എല്ലാം ചെയ്യും സുകുമാരൻ, എല്ലാം ചെയ്യും സുകുമാരൻ. ഇപ്പൊ സമയം ശരിയല്ലേ? സമയം ശരിയല്ല. ഇപ്പൊ നോക്കിത്തരാം. ആ. കൈനീട്ട്. എല്ലാം ചെയ്യും സുകുമാരൻ. കൈനീട്ട്. ഈ കൈ മൊത്തം കൈരേഖയാണല്ലോ. കൈ മൊത്തം കൈരേഖയല്ല, പിന്നെ സിനിമാടി രേഖ ഒന്ന് കിടക്കും. അല്ല, കൃഷ്ണദാസൻ വന്ന് കിടക്കും. അതല്ലടോ, ഇതങ്ങ് ഞണ്ണഞ്ഞുണ്ണൻ രേഖയാണല്ലോ. എന്നാലും രേഖകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ആ, പോയി കിടക്കുകയാണല്ലോ മൊത്തം. ആണോ? ഭാഗ്യരേഖ ഇവിടെ നിന്ന് വന്ന് ഈ ഭാഗ്യരേഖയുടെ ടച്ച് ചെയ്യണം. ഭാഗ്യരേഖ ഇവിടെ നിന്ന് ഇവിടെ മുട്ടണം. ഇവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുക. അപ്പൊ ഈ ഭാഗ്യരേഖ ഇവിടെ ഒന്ന് മുട്ടാൻ ഇനി എന്ത് ചെയ്യണം? അതൊരു ബ്ലേഡ് വെച്ച് പോന്തി വിട്ടാൽ മതി. കയ്യോ എന്റെ കൈ മുറിക്കാൻ സമ്മതിക്കത്തില്ല. കയ്യെ പിടിച്ച് വലിക്കല്ലേ. എന്താ കുഴപ്പം? എനിക്ക് മുട്ടിന് വേദനയുള്ളതാണ്, കൈമുട്ടിന് വേദനയുള്ള. അത് നേരത്തെ പറയണ്ടേ? എല്ലാം ചെയ്യും സുകുമാരൻ. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന, തലക്ക് പിളർപ്പ്, പുളർപ്പ്, തെരിപ്പ്, എല്ലാത്തിനുള്ള ഔഷധം ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. എനിക്ക് വേണ്ട. പിടിപ്പിച്ചാൽ മതി. ഇല്ല, എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ഒന്ന് തേച്ചതമ്മേ. ഇച്ചിരി എണ്ണ തേക്കട്ടമ്മേ. ഒന്ന് തല പൊത്തിയമ്മേ. ഇച്ചിരി ഒന്ന് പൊത്തിയ ഒന്ന് വെച്ചേ. നല്ലതാമ്മേ. അമ്മ വായൊന്ന് പിളർന്നേ. അല്പം ഒന്ന് കുടിക്കൂ. അല്പം കുടിയമ്മ. നല്ലെണ്ണയമ്മ, നല്ലെണ്ണയമ്മ. ഇച്ചിരി കുടിയമ്മ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് പേടി. താങ്കൾക്ക് നടുവിന് വേദനയുണ്ടോ? ആ, നടുവിന് വേദനയുണ്ട്. അന്ന് ആ തൊപ്പി ഒന്ന് മാറ്റി തലയിൽ ചൊഴിക്കാം. അല്ല, നിർത്തിക്കേ. ഈ നടുവിന് എനിക്ക് തലയിൽ ഒഴിച്ചാൽ എങ്ങനെയാ ചെയ്യാതെ? നിന്റെ തലയിൽ തങ്ങി നിൽക്കാൻ ഒന്നുമില്ലല്ലോ. ഒഴുകി അങ്ങ് നിർത്തിക്കോളും താഴോട്ട്. എന്താ പ്രശ്നം? എന്താ പോയി? താൻ ഈ ലോകം മുഴുവൻ രോഗമെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെന്നെങ്കിലും പെണ്ണ് കിട്ടുള്ളൂ. 10-15 ദിവസം എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. തോന്നിയ ദിവസം പറഞ്ഞാൽ കർണക്കുറ്റി അടിക്കാൻ പൊട്ടിക്കും. ഇവൻ കല്യാണം കഴിഞ്ഞു മുമ്പേ പെണ്ണും പിള്ളേക്ക് മീൻ വെട്ടി സഹായിച്ചെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് കള്ളം പറയുന്നു. അത് ആദ്യ ഭാര്യ, അവൾ ഉപേക്ഷിച്ചു പോയി. അവൾ ഉപേക്ഷിച്ച വേറൊരു കല്യാണം കഴിക്കാൻ ഞാൻ നിൽക്കുകയല്ലേ. അപ്പൊ അങ്ങനെ പറ. എല്ലാം ചെയ്യും സുകുമാരൻ, എന്തും ചെയ്യും സുകുമാരൻ. നോക്കൂ, ഇത് കരുനാഗപ്പള്ളി രശ്മി, 25 വയസ്സ്, നടക്കത്തില്ല. അയ്യോ, അതിന്റെ തളർവാദാണോ? അതല്ല, അതിന്റെ കല്യാണം കഴിഞ്ഞതാ. ആണോ? ഇത് ഓച്ചിറ സ്മിത. ഓ, വേണ്ട. അല്ല, ഇപ്പൊ നിനക്ക് തരാം. ഇത് കോവളം ജാനകി, 45 വയസ്സ്. അത് വേണ്ട. അതെന്താ? ഏജ് ഓവറാ. ഏജ് ഓവർ. ഈ മുതുക്കൻ ഇയാൾക്ക് പിന്നെ ഞാൻ 12 വയസ്സുള്ളതിനെ കൊണ്ടുതരാം. എന്നിട്ട് നിനക്കും എനിക്കൂടെ അങ്ങ് ജയിലിലോട്ട് പോകാമല്ലോ. ആവശ്യമില്ലാതെ പറയുന്നത്. നോക്കണോ? അത് വേണ്ട, വേറെ വല്ലതും. അപ്പൊ ഇത് നോക്ക്. ഇതാണ് റിട്ടയർഡ് പട്ടാളക്കാരനാണ്, എക്സ് മിലിറ്ററി ആണ്. എക്സ് മിലിറ്ററി ആണോ? കോട്ടയൊക്കെ കിട്ടിയ സുഖമാണ്. എന്നാ അതൊരു കേസ് പറ. ഒരു കേസ് പെണ്ണോ? ഒരു കേസ് പെണ്ണല്ലെന്ന്, ഒരു കേസ് ബ്രാൻഡ് പറ. പെണ്ണ് നമുക്ക് പിന്നീട് കല്യാണം കഴിക്കാം. ആദ്യം ഇതിനെ കെട്ടാൻ നോക്ക്, പിന്നെ നീ കേസ് ഒപ്പീര്. നിനക്ക് ഇവിടെ പെണ്ണുമില്ല, പിടക്കോഴിയില്ല, പൊയ്ക്കോടെ ഇവിടുന്ന്. തല്ലിട്ട് പോണത് ഈ ഫ്ലോറിൽ തല്ലിട്ട് പോണേ. പിന്നെ ഇറങ്ങിക്കോട്ടെ. എടോ, ഞാനിവിടെ താമസിക്കാൻ വന്ന പാർട്ടി ഒന്നുമല്ല. ഇയാൾ എന്നെ തള്ളണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം. അല്ലല്ലോ, ഞാൻ പോയി. ഇനി എനിക്ക് ബിസിനസ് ഇവിടെ അല്ല. ഇനി എനിക്ക് ബിസിനസ് എവിടാന്നറിയോ? ഇവിടെ അല്ല, ഇവിടെ കഴിഞ്ഞു. ഇനി എനിക്ക് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ? അതെ, എയർപോർട്ടിൽ ഞാൻ പാരച്ചൂട്ട് കച്ചവടം ചെയ്യും. പാരച്ചൂട്ട്? ഈ യാത്രക്കാർക്ക് ഒരു ഭീഷണിയാണല്ലോ, പേടിയാണല്ലോ. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടാൽ പൊട്ടിത്തെറിച്ച് ചാവും, മരിച്ചു പോകും എന്നുള്ള പേടിയെ, താഴെ വീണ്ടും ചിന്നിച്ചിതറും എന്നൊക്കെ പറഞ്ഞ പേടിയല്ലേ. അപ്പൊ ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഈ പാരച്ചൂട്ട് അങ്ങോട്ട് കൊടുക്കും. അവരും അത് വാങ്ങിച്ചിട്ട് പേഴ്സിൽ വെച്ചേക്കും. എന്നിട്ട് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ഇവരെടുത്ത് ചാടിയിട്ട് പച്ച ബട്ടണുണ്ട്, ആ ബട്ടൺ ഒന്ന് അമർത്തുമ്പോൾ കുട ഇങ്ങനെ അങ്ങ് നിവരും. അങ്ങനെ ആടി 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 അങ്ങ് വന്ന് നിൽക്കും. മനസ്സിലായില്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരൊക്കെ പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ പാരച്ചൂട്ട കയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു പാരച്ചൂട്ട് എടുക്കാം. പാരച്ചൂട്ട് എടുത്താൽ ജീവൻ രക്ഷിക്കാം. ജീവൻ എത്ര വില? എത്രയാ? 2500. 3000 ആയിക്കോട്ടെ. എണ്ണുന്നില്ല, ടിപ്പ് ഉൾപ്പെടെയുണ്ട്. എനിക്കൊരു പാരച്ചൂട്ട് തന്നേരും. ഒരു പാരച്ചൂട്ട് ഞാൻ തരും. അല്ല, ഒരു കാര്യം ചെയ്യും, നിനക്ക് പെണ്ണിനെയും കൂടെ കാണാം. ഇതോടെ മൊത്തമായിട്ട് ആയിക്കോട്ടെ. അപ്പൊ എന്താന്ന് അറിയാലോ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്ന എന്തെങ്കിലും ഫ്ലൈറ്റിന് അപകടം കാണുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് ചാടുന്നു, പച്ച ബട്ടൺ അമർത്തുന്നു, ഉടൻ നിവരുന്നു, നൈസായിട്ട് നമ്മൾ താഴെ നിൽക്കുന്നു. ഓക്കെ. അല്ല, ഒരു സംശയം. എന്താ പറഞ്ഞു? എന്തെങ്കിലും ഈ പച്ചബട്ടൺ അമർത്തിയിട്ട് നമ്മുടെ കുട നിവർന്നില്ലെങ്കിലോ? തിരിച്ചു കൊണ്ടുവന്നാ മതി, ഞാൻ വേറെ സാധനം തരാം. കണ്ടോ, അതാണ് ഉത്തരവാദിത്വം. സാധാരണ കച്ചവടക്കാരൊക്കെ പറ്റിക്കാൻ നോക്കത്തില്ലേ? എത്ര ഉത്തരവാദിത്തത്തോടെ പുള്ളി തിരിച്ചെടുക്കാന്ന് പറഞ്ഞേ, തിരിച്ചു കൊണ്ടുവന്ന പുള്ളി എടുത്തോളാന്ന്. എടോ, അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ വിളിച്ച് ചത്തു പോകത്തില്ലടോ.